നമസ്കാരം. നമ്മുടെ ബിഗ് ബോസിന്റെ ഒറിജിനൽ ഷോയായ ബിഗ് ബ്രദറിന്റെ ഒരു ഇസ്രായേലി പതിപ്പിന് പുതിയ സീസന്റെ ലൈവ് വോട്ടിംഗ് നടക്കുന്ന സമയം. അവതാരകൻ നിൽക്കുന്ന സ്ഥലത്തേക്ക് കുറച്ച് യുവാക്കൾ ഓടിക്കയറി ചെന്നിട്ട് ഇസ്രായേൽ ഗസിയെ പട്ടിണിക്കിടുന്നു എന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ഷോയെ തടയാൻ വേണ്ടി ശ്രമിക്കുന്നു. അപ്പോൾ തന്നെ ക്യാമറ അവതാരകനിൽ നിന്ന് ഹൗസിനകത്തുള്ള മത്സരാർത്ഥികളിലേക്ക് മാറിയെങ്കിലും സദസ്സിൽ നിന്ന് പ്രതിഷേധക്കാരായ സ്റ്റാൻഡിംഗ് ടുഗദർ എന്ന സംഘത്തിലെ യുവാക്കളെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള വലിയ കയ്യടികൾ ഉയർന്നു. അവരെ വേദിയിൽ നിന്ന് ഉടനെ തന്നെ വലിയ ബലപ്രയോഗത്തിലൂടെ ഒഴിവാക്കിയെങ്കിലും ഇസ്രായേലിലെ ഏറ്റവും റേറ്റിംഗ് ഉള്ള ഏറ്റവും അധികം കാണുന്ന ആളുകൾ കാണുന്ന ഈ TV പരിപാടിയായ ബിഗ് ബ്രദറിലെ ഈ ഇടപെടൽ എന്ന് പറയുന്നത് അസാധാരണമായിരുന്നു. നോക്കൂ, ഈ സ്റ്റുഡിയോയിൽ നിന്ന് 1 മണിക്കൂർ യാത്ര ചെയ്താൽ അവിടെ ഗസയാണ്. അവിടെ നടമാടുന്ന കൊലപാതകങ്ങളും പട്ടിണികളും ഈ നാട്ടിലെ ജനങ്ങൾ കാണുന്നില്ല. TV ചാനലുകൾ പ്രേക്ഷകരോട് പറയുന്നത് എല്ലാം നോർമൽ ആണെന്നാണ്. നാം കണ്ടനുഭവിക്കേണ്ട വേദനിപ്പിക്കുന്ന യാഥാർത്ഥ്യത്തെ അത് കാണാതെ അനുഭവിപ്പിക്കാതെ മനസ്സ് മരവിപ്പിക്കുകയാണ് ബിഗ് ബ്രദർ പോലുള്ള ഷോകൾ. ഈ അവസ്ഥയിൽ, ഈ മരവിപ്പിന്റെ അവസ്ഥയിൽ നിന്ന് നമ്മളെ ഉണർത്താൻ വേണ്ടിയാണ് ഈ പ്രതിഷേധമെന്ന് അവർ ലോകത്തോട് വിളിച്ചു പറഞ്ഞു ആ യുവാക്കൾ. സദസ്സിന്റെ വലിയ എതിർപ്പാണ് പ്രതീക്ഷിച്ചതെങ്കിലും അവരെ പോലും അമ്പരപ്പിച്ചുകൊണ്ട് ഒരു മത്സരാർത്ഥിയുടെ സഹോദരൻ ചെന്ന് ഈ യുവാക്കൾക്ക് കൈകൊടുത്ത് നന്ദി പറയുകയുണ്ടായി. ബന്ദികളുടെ സുരക്ഷയെ അവഗണിച്ച് തന്റെ രാഷ്ട്രീയ നിലനിൽപ്പിനായി യുദ്ധം തുടരുന്ന നെതന്യാഹുവിനോടുള്ള ഇസ്രായേലി ജനതയുടെ രോഷം പുകഞ്ഞു കത്തുകയാണ് അവിടെ. അമേരിക്കയും ഇന്ത്യയും ഒഴികെയുള്ള എല്ലാ പ്രമുഖ ലോകരാജ്യങ്ങളെല്ലാം ഇസ്രായേലിനെതിരെയുള്ള നടപടികൾ ആലോചിച്ചു കൊണ്ടിരിക്കുന്നു. അടുത്ത മാസം ന്യൂയോർക്കിൽ നടക്കുന്ന ഐക്യരാഷ്ട്ര സമ്മേളനത്തിൽ പലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി പ്രഖ്യാപിക്കാൻ പ്രമുഖ യൂറോപ്യൻ രാജ്യങ്ങൾ തയ്യാറെടുക്കുകയാണ്. ഇത്രയൊക്കെ ആയിട്ടും എന്തുകൊണ്ടാണ് ഈ വംശീയ കൂട്ടക്കൊല ഇവിടെ തുടരുന്നത്? ഗസയിൽ ലോകം ശ്രദ്ധിക്കുന്ന മറവിൽ വെസ്റ്റ് ബാങ്കിലെ പലസ്തീനികൾക്കെതിരെയുള്ള ആക്രമണം അതിരൂക്ഷമായി കൊണ്ടിരിക്കുകയാണ്. ഗസ പൂർണ്ണമായും പിടിച്ചെടുക്കുമെന്ന് നെതന്യാഹു മറയില്ലാതെ പറയുന്നു. ഈ വിഷയങ്ങൾ സംസാരിക്കാൻ ഇന്ന് നമ്മളോടൊപ്പമുള്ളത് പ്രതീഷ് വാമദേവനാണ്. യുദ്ധത്തിന്റെ 676 ദിവസമായ ഇന്നലെ മാത്രം ഗസയിൽ കൊല്ലപ്പെട്ടത് 89 പേരാണ്. ഭക്ഷണത്തിനായി പോയി ശവശരീരങ്ങളായി തീർന്നവർ മാത്രം ഏകദേശം 2000-ഓളം പേര് വരും. പട്ടിണി കാരണം മരിച്ച കുഞ്ഞുങ്ങൾ 103. ഇതുവരെ കൊല്ലപ്പെട്ടവർ, അതും ഇസ്രായേൽ അംഗീകരിച്ച കണക്ക് പ്രകാരം മാത്രം നോക്കിയാൽ പോലും 62,000 പേർ. യഥാർത്ഥ മരണസംഖ്യ 1,00,000 കവിയുമെന്ന് അന്താരാഷ്ട്ര ഏജൻസികൾ പറയുന്നു. ഖാൻ യൂനിസും റഫിയും ജബാലിയ അഭയാർത്ഥി ക്യാമ്പും നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് നാസി ജർമ്മനിയിൽ ജൂതർ കൊല്ലപ്പെട്ട ഓഷിറ്റ്സും ബൂഹൻവാൾഡും കൈസർവാൾഡർ ക്യാമ്പുകളുമൊക്കെയാണ്. ഹിറ്റ്ലർ ജൂതരെ തെരഞ്ഞു പിടിച്ചു കൊന്നു. നെതന്യാഹു പലസ്തീനികളെ തെരഞ്ഞു പിടിച്ചു കൊന്നുകൊണ്ടിരിക്കുന്നു. ജർമ്മനിയിലെ പോലെ ഗസയിലും നടക്കുന്നത് വംശഹത്യയാണോ എന്ന സംശയം നെതന്യാഹുവിനും ട്രംപിനും നമ്മുടെ 56-ഇഞ്ചുകാരനും മാത്രമായിരിക്കും ഇപ്പോൾ ബാക്കിയുണ്ടാവുക. ഗസയിൽ നടക്കുന്നത് ജനോസൈഡ് അഥവാ വംശഹത്യയാണോ എന്ന് എന്തുകൊണ്ടാണ് ഈ സമയത്ത് പലർക്കും സംശയമുള്ളത്? ജർമ്മനിയിലും ഗസയിലും നടക്കുന്നത് വംശഹത്യയാണെന്ന് 7ഓളം ഹോളോകോസ്റ്റ് സ്കോളേഴ്സ് തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടും എന്തുകൊണ്ടാണ് ചിലർക്ക് ഇത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ട്? എന്തുകൊണ്ടാണ് ആളുകൾക്ക് ഇത് ജനസൈഡ് എന്ന് അംഗീകരിക്കാനുള്ള ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ സൊസൈറ്റി അങ്ങനെ തന്നെയാണ്. ഏതൊരു ക്രൂരതയും നമ്മുടെ മുമ്പിൽ നടക്കുമ്പോൾ അതിന് നേരെ മുഖം തിരിഞ്ഞു നിൽക്കുക എന്നതാണ് എന്നും സൊസൈറ്റി ചെയ്തിട്ടുള്ളത്. ഗസയിൽ നടക്കുന്നത് വംശഹത്യയാണെന്ന് പ്രതീക്ഷ കരുതുന്നുണ്ടോ? ഉണ്ടെങ്കിൽ എന്താണ് അത് മറ്റൊരു മനുഷ്യന് മനസ്സിലാക്കി കൊടുക്കാനുള്ള പ്രൂഫ് എന്താ ഉള്ളത്? ഓക്കെ, ഇതിപ്പം ഒരു കാര്യം നടക്കുന്നുണ്ടോ, ഒരു കാര്യം ഇപ്പൊ സാമൂഹിക വിഷയത്തിൽ ഒരു കാര്യം നമ്മൾ നടക്കുന്നുണ്ടോ ഇല്ലോ എന്ന് അറിയുന്നത് എങ്ങനെയാണ്? ഈ വിഷയത്തെ പറ്റി പഠിക്കുന്ന ആളുകൾ ആധികാരികമായി പബ്ലിഷ് ചെയ്യുന്ന റിപ്പോർട്ടുകളാണ്. അത് ഒരാളെ അല്ല നമ്മൾ റെഫർ ചെയ്യുന്നത്, പല ആളുകളാണ്. നമ്മുടെ ഏതൊരു വിഷയം, ഇപ്പൊ സയൻസ് ആണെങ്കിലും സോഷ്യൽ സയൻസ് ആണെങ്കിലും എല്ലാം നമ്മൾ പഠിക്കുന്നത് എങ്ങനെയാണ്? ആ വിഷയത്തിൽ ഗവേഷണം ചെയ്യുന്ന ആളുകൾ പബ്ലിഷ് ചെയ്യുന്ന ആധികാരികമായ റിപ്പോർട്ടുകൾ മൾട്ടിപ്പിൾ സോഴ്സിൽ നിന്ന് വരുമ്പോഴാണ്. ഇപ്പൊ ജനസൈഡിന്റെ കാര്യത്തിൽ കൃത്യമായിട്ട് നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ കാണാൻ പറ്റുന്നത്. ഒന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് എന്ന് പറയുന്ന ഈ ഒരു സംഭവം, ഈ മനുഷ്യാവകാശ സംഘടന ആണ് ഹ്യൂമൻ റൈറ്റ്സ് വാച്ച്. അവര് ഒരു 157-175 പേജിന്റെ ഒരു റിപ്പോർട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അവരവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, വെള്ളം പലസ്തീനി ജനതയുടെ പലസ്തീനി ജനതയ്ക്ക് വേണ്ട വെള്ളം കൊടുക്കാതെ അവരെ പട്ടിണി കിട്ടും, അവരെ സ്റ്റാവ് ചെയ്തും കൊല്ലുന്നുണ്ട്. ജനസൈഡിന്റെ ഏറ്റവും വലിയ ഒരു മാനദണ്ഡം എന്ന് പറഞ്ഞാൽ ആളുകളെ കൊല്ലുക മാത്രമല്ല, അവരുടെ ജീവിതം ദുർഘടമാക്കുക, പിന്നെ അവർക്ക് വരും തലമുറ അവർക്ക് ജീവിക്കാതിരിക്കാൻ പറ്റുക, പിന്നെ അവിടെ ജീവിച്ചിരിക്കുന്ന വ്യക്തികൾക്ക് അടുത്ത കുട്ടികൾ ഉണ്ടാക്കാൻ പറ്റാതിരിക്കുക, ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കാൻ ഇന്റൻഷനലി ചെയ്യുക എന്നതുകൂടിയുണ്ട്. അതായത് ആക്സിഡന്റലി ചെയ്യാൻ പാടില്ല, ഇന്റൻഷനലി ചെയ്യുക. അപ്പൊ ഇതിനെല്ലാം തന്നെ തെളിവുകൾ അതിനകത്ത് കാണുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇന്റൻഷനലി തന്നെ ജനോസൈഡൽ സ്റ്റേറ്റ്മെന്റ്സ് ഇസ്രായേലിന്റെ ഇസ്രായേലിന്റെ ടോപ്പ് ഒഫീഷ്യൽസ് എല്ലാം നടത്തിയിട്ടുണ്ട്. ഉദാഹരണത്തിന് നമുക്ക് നഗ്ബ 2 വേണം, അവിടുന്ന് ഫുൾ ആളുകളെ എടുത്ത് കളയേണ്ടതുണ്ട്, ഇതെല്ലാം മൃഗങ്ങളെ നമ്മൾ മനുഷ്യരെ പോലെ ട്രീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല,
പിന്നെ ബൈബിളിനെ വരെ കോട്ട് ചെയ്യുന്നുണ്ട്. ബൈബിളില് അമലെക് എന്നെ എന്താണ് ചെയ്തത്, എല്ലാവരും കൊല്ലാനാണ് പറഞ്ഞതെന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ബൈബിളിനെ വരെ കോട്ട് ചെയ്തുകൊണ്ടുള്ള ഇവിടുത്തെ ഇസ്രായേലിന്റെ പല ഒഫീഷ്യൽസും പല പല സ്റ്റേറ്റ്മെന്റ് നടക്കുന്നത്. അപ്പം ജനസൈഡൽ സ്റ്റേറ്റ്മെന്റ്സ് നടത്തിയിട്ടുണ്ട് എന്നത് തെളിവുകളുണ്ട്. ആൻഡ് ഇവരുടെ പ്രവൃത്തി കണ്ടാലും അങ്ങനെ തന്നെയാണ്. ഇവര് ബിൽഡിങ്ങുകൾ റേസ് ചെയ്യുന്നു, അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ ഡിസ്ട്രോയ് ചെയ്യുന്നു, അവിടെ വെള്ളം കൊടുക്കാതിരിക്കുന്നു എന്നാണ് ഈ ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് പറയുന്നത്. ഇപ്പൊ ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് മാത്രമല്ല പറഞ്ഞത്, ആംനസ്റ്റി ഇന്റർനാഷണൽ തന്നെ പറയുന്നുണ്ട് ഈ ഇത്ര അൺപ്രസിഡന്റൽ സ്കെയിലാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നതാണ് അവർ പറയുന്നത്. ഇത് മാത്രമല്ല 90% പലസ്തീനികളെ അവർ ഡിസ്പ്ലേസ് ചെയ്യുന്നുണ്ട്. 90% ആളുകൾ നിങ്ങൾ നിരന്തരം ഇങ്ങനെ ഡിസ്പ്ലേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ഡിസ്പ്ലേസ്മെന്റ് നടക്കുമ്പോൾ വെച്ചാൽ ഈ ഉണ്ടാകുന്ന മെന്റൽ ആൻഡ് ഫിസിക്കൽ ട്രോമ, സൈക്കോളജിക്കൽ സ്ട്രെസ്, തലമുറയായിട്ടുള്ള സ്ട്രെസ് ഉണ്ട്, സ്കൂളുകൾ ഡിസ്ട്രോയ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഏത് തരത്തിലും നിങ്ങൾ ഒരു മനുഷ്യ ജീവിതത്തിന് വേണ്ട എല്ലാ സോഷ്യൽ സിസ്റ്റങ്ങളെയും ഇൻഫ്രാസ്ട്രക്ചറുകളെയും ഡിസ്ട്രോയ് ചെയ്യുന്നു എന്നാണ് ഈ അംനസ്റ്റി ഇന്റർനാഷണൽ പറഞ്ഞിട്ടുള്ളത്. അംനസ്റ്റി ഇന്റർനാഷണലൊക്കെ ഇവര് ഹമാസ് ആണെന്നാണ് പറഞ്ഞത്. അതാണ് രസം. ഇങ്ങനെയുള്ള എല്ലാ ഓർഗനൈസേഷൻസും ഇവര് ഹമാസ് ആണ്, അതാണ് ഇതാണെന്ന് പറഞ്ഞ് ക്യാൻസൽ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ അംനസ്റ്റി ഇന്റർനാഷണൽ മാത്രമല്ല ഇതിനകത്ത് ചെയ്യുന്നത്, യുഎന്റെ സ്പെഷ്യൽ കമ്മിറ്റി, യുഎൻ ഇത് അന്വേഷിക്കാൻ വേണ്ടി ഒരു സ്പെഷ്യൽ കമ്മിറ്റി രൂപീകരിക്കുന്നുണ്ട്. എന്നിട്ട് ആ കമ്മിറ്റിയോട് അന്വേഷിക്കാൻ പറയുന്നുണ്ട്. അവരുടെ കൺക്ലൂഷൻ എന്ന് പറയുന്നത് ദർ ഇസ് എ റീസണബിൾ ഡൗട്ട് ഓഫ് ജനസൈഡൽ ആക്ട് എന്നാണ്. പിന്നെ യുഎന്റെ സ്പെഷ്യൽ റാപ്പർട്ടർ ആയിരുന്ന ആളും ഇത് തന്നെ പറയുന്നുണ്ട്, ഇത് ജനസൈഡ് ആണെന്ന്. ജനസൈഡ് സ്കോളേഴ്സ് പറയുന്നുണ്ട്. സ്കോളേഴ്സിന്റെ ജോയിന്റ് സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ട്. ലെംകിൻ യൂണിവേഴ്സിറ്റി പറയുന്നുണ്ട്. പിന്നെ ഈ ഇസ്രായേലിനകത്ത് തന്നെയുള്ള പണ്ട് നിരാകരിച്ചിരുന്നത് ജനസൈഡ് അല്ലെന്ന് പറയുന്ന ആളുകൾ ഇപ്പൊ മാറ്റി പറയുന്നുണ്ട്. അംനസ്റ്റി ഇന്റർനാഷണൽ ഇത് പബ്ലിഷ് ചെയ്യുന്നത് December 5, 2024 അവരുടെ റിപ്പോർട്ട് വന്നിരുന്നു. അപ്പം അവരുടെ ഈ ഒരു ഇൻവെസ്റ്റിഗേഷൻ വെച്ചിട്ട് അവർ കൺക്ലൂഡ് ചെയ്യുന്നത് ഇതൊരു ജനസൈഡ് തന്നെയാണ്. കാരണം അവര് ഇന്റന്റ് ടു കിൽ കാണുന്നുണ്ട്. ഇന്റന്റ് ടു കിൽ എന്ന് അവർ കാണുന്നത് ഈ ഇസ്രായേലിന്റെ ടോപ്പ് ഒഫീഷ്യൽസിന്റെ എല്ലാം സ്റ്റേറ്റ്മെന്റ്സ് ആണ്. അവിടെ ടോപ്പ് ഒഫീഷ്യൽസ് എല്ലാം ജനസൈഡ് സ്റ്റേറ്റ്മെന്റ്സ് തന്നെയാണ് നടത്തിയിട്ടുള്ളത് എന്നാണ്. അതിന്റെ റെക്കോർഡ്സ് ഒക്കെ ഓൾറെഡി അവൈലബിൾ ആണ്. ലൈക്ക് നക്ബ 2 വേണം, ഈ പാലസ്തീനികളെല്ലാം നമ്മൾ ഇല്ലാതാക്കണം, ഇവർ മനുഷ്യരല്ലാത്തവരെ നമ്മൾ ഹ്യൂമൻ റൈറ്റ്സ് നമ്മൾ കൊടുക്കേണ്ടതില്ല എന്ന രീതിയിലുള്ള ജനസൈഡ്. അപ്പൊ ഇന്റന്റ് ഇവർ തെളിയിക്കുന്നത് ഇങ്ങനെയാണ്. കാരണം ഈ ഇന്റന്റോട് കൂടി തന്നെ ടോപ്പ് ഒഫീഷ്യൽസ് പെരുമാറുന്നു, അവിടുത്തെ ലോക്കൽ ആളുകൾ അങ്ങനെ പെരുമാറുന്നു, അവിടുത്തെ ന്യൂസ് ആർട്ടിക്കിൾസും ജേർണലിസ്റ്റുകളും വരെ ഇങ്ങനെ കൊല്ലാനുള്ള ആഹ്വാനങ്ങൾ, ഇൻസൈറ്റ്മെന്റ് അവിടെ നടത്തുന്നു. സോ ദ സൊസൈറ്റി ആസ് എ ഹോൾ ഹാഡ് എ ഇന്റന്റ്, അങ്ങനെയുള്ള ആളുകളെ കൊല്ലണം എന്നുള്ള ഇന്റന്റ് അവർ പറയുന്നുണ്ട്. പിന്നെ ഇവർ ഈ പറയുന്ന മാതിരി മാസ് സ്കെയിൽ ഓഫ് ഡിസ്ട്രക്ഷൻ, ഇത്ര കുട്ടികൾ മരിക്കുന്നു, ഇത്ര സ്ത്രീകൾ മരിക്കുന്നു, ഇൻഫ്രാസ്ട്രക്ചർ ഇല്ലാതാകുന്നു, ആളുകളെ ഡിസ്പ്ലേസ് ചെയ്യുന്നു, ഹെൽത്ത്, വാട്ടർ, ഫ്യൂവൽ ഇത് കിട്ടാതെ വരുന്നു. അപ്പം ബേസിക്കലി ഈ നേരത്തെ ഞാൻ പറഞ്ഞ സംഭവങ്ങൾ തന്നെ, ബോഡി ഹാം, മെന്റൽ ഹാം ആൻഡ് കുട്ടികൾ ജനിക്കാൻ പറ്റാത്ത അവസ്ഥ ആൻഡ് തലമുറയായിട്ടുള്ള സൈക്കോളജിക്കൽ ഇഷ്യൂസ് ഇതെല്ലാം അവിടെ സൃഷ്ടിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതൊരു ജനസൈഡ് ആണെന്നാണ് ആംനസ്റ്റി ഇന്റർനാഷണൽ പറഞ്ഞത്. രണ്ടാമത്തേത് യൂറോപ്യൻ സെന്റർ ഫോർ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഹ്യൂമൻ റൈറ്റ്സ്, ECCHR, അവരും ഇത് തന്നെ പറയുന്നുണ്ട്. ഇതേ സംഭവം, ഇതേ ഡേറ്റകൾ തന്നെ കോട്ട് ചെയ്തുകൊണ്ട് അവരും ഇത് തന്നെയാണ് പറഞ്ഞത്, ഇതൊരു ജനസൈഡ് തന്നെയാണ്. ആൻഡ് അവര് വിശദമായിട്ട് തന്നെ ഈ എന്താ പറയുക, ഇവരുടെ കോട്ടുകൾ, ബൈബിളിനെ വരെ കോട്ട് ചെയ്തിട്ട്, ബൈബിളിലെ ചില ഈ മുഴുവൻ ജനതയെ കൊല്ലണം എന്ന് പറയുന്ന കോട്ടുകളെ വരെ യൂസ് ചെയ്ത് ഇസ്രായേൽ സപ്പോർട്ടേഴ്സ് ആൻഡ് അതിനകത്തുള്ള പവർ പൊസിഷനിലുള്ള ആളുകൾ കോട്ട് ചെയ്തിട്ട് ഇവർ കോട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് ഇവർ ഇന്റന്റ്, ഇവർക്ക് ഇത്രയും ലാർജ് സ്കെയിലിൽ ഡിസ്ട്രോയ് ചെയ്യാനുള്ള ഇന്റന്റ് ഉണ്ടെന്ന് ഇവർ പറയുന്നത്. അതാണ് രണ്ടാമത്തെ ഇൻസ്റ്റിറ്റ്യൂട്ട്, യൂറോപ്യൻ സെന്റർ ഫോർ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഹ്യൂമൻ റൈറ്റ്സ്. ഇവരും ഇത് ജനസൈഡ് ആണെന്നാണ് കൺക്ലൂഡ് ചെയ്യുന്നത്. മൂന്നാമത്തത് ഹ്യൂമൻ റൈറ്റ്സ് വാച്ച്. ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് ഈ മറ്റു രണ്ടിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ട് ഇവർ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് വെള്ളത്തിന്റെ അവൈലബിലിറ്റിയാണ്. എങ്ങനെയാണ് ഗാസയിലുള്ള ആളുകളെ ദാഹിപ്പിച്ച് കൊല്ലുക, അല്ലെങ്കിൽ വെള്ളം കൊടുക്കാതെ കൊള്ളുക. അത് പല രീതിയിലാണ്. ഒന്ന് വെള്ളം കട്ട് ചെയ്യുക, ഡെയിലി ലിമിറ്റ് കട്ട് ചെയ്യുക, ആൻഡ് വാട്ടർ റിപ്പയർ സർവീസസ് ബ്ലോക്ക് ചെയ്യുക, ആൻഡ് ഈ പൊട്ടിയ സംഭവങ്ങൾ അല്ലെങ്കിൽ ഡാമേജ് ആയിട്ടുള്ള വാട്ടർ സപ്ലൈസ് റീബിൽഡ് ചെയ്യാൻ സമ്മതിക്കാതിരിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ വഴി ഡെയിലി റെക്കമെൻഡേഷനിലും വളരെ വളരെ കുറച്ച് ഫുഡ് അല്ലെങ്കിൽ വാട്ടർ അത് കൊടുക്കുക. അങ്ങനെയാണ് ഇവർ ഈ അവിടെയുള്ള സ്ഥലം ജനവാസയോഗ്യമല്ലാതെ മാറ്റിയത്. അതേമാതിരി തന്നെ ഉള്ളത് ദ ലെംകിൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ജനസൈഡ്. ലെംകിൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ജനസൈഡ് ഇവരും ഇതേ സംഭവങ്ങൾ, ഈ നേരത്തെ ഞാൻ പറഞ്ഞ മാതിരിയുള്ള ഇന്റൻഷനും ഈ ഡിസ്ട്രക്ഷൻ, മാസ് സ്കെയിൽ ഡിസ്ട്രക്ഷൻ, ആളുകളുടെ ലാർജ് സ്കെയിൽ മൂവ്മെന്റ്, ഇതെല്ലാം എടുത്ത് കാണിച്ചിട്ടുണ്ട്. ഇതെല്ലാം ജനസൈഡ് സംഭവമാണെന്ന് ലെംകിൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ജനസൈഡ് അവരും ഇത് തന്നെ പറയുന്നുണ്ട്. UN സ്പെഷ്യൽ കമ്മിറ്റി, ഇത് എന്താണെന്ന് വെച്ചാൽ പലരും പറയുന്നുണ്ട് UN പറഞ്ഞിട്ടുണ്ടോ. UN ഒരു ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടില്ല. പക്ഷെ UN ഒരു കമ്മിറ്റി ഉണ്ടാക്കിയായിരുന്നു, സ്പെഷ്യൽ കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് ഇത് അന്വേഷിക്കാൻ പറഞ്ഞു. അവര് അന്വേഷിച്ചിട്ട് പറഞ്ഞു ഇവിടെ ഉള്ള ഇസ്രായേലിന്റെ പ്രവർത്തനം എന്ന് പറഞ്ഞത് സെൽഫ് ഡിഫൻസ് ആണെന്നൊക്കെ പറയുന്നത് അൺറീസണബിൾ ആണ്. ഇത് ഈസ് ഇൻ അലൈൻമെന്റ് വിത്ത് ജനസൈഡിന് അലൈൻഡ് ആയിട്ടുള്ള പ്രവർത്തികളാണ് ഇസ്രായേൽ ചെയ്തത്. ഇതൊന്നും ഇപ്പോഴത്തെ അല്ല, ഇതൊക്കെ ഒരു വർഷത്തിന് മുമ്പത്തെ 14 നവംബർ 2024, ഡിസംബർ 2024, ഫെബ്രുവരി
തുടക്കത്തിലുള്ള 2020 അങ്ങനെയൊക്കെയുള്ള വർഷങ്ങളിലാണ് ഈ സംഭവങ്ങളൊക്കെ വരുന്നത്. നമ്മളിപ്പം ഏതാണ്ട് ഓഗസ്റ്റ് 2025 നമ്മൾ ചർച്ച ചെയ്യുകയാണ് ഇത് ജനസൈഡ് ആണ്. ഇതൊക്കെ ഓൾറെഡി വന്നു കഴിഞ്ഞു. ഞാനിത് നമ്മുടെ ഒരു ബ്ലോഗിൽ നമ്മൾ ഈ സംഭവങ്ങളെല്ലാം കൊള്ളേറ്റ് ചെയ്ത് അന്ന് തന്നെ നമ്മൾ പബ്ലിഷ് ചെയ്തത് ഇതൊരു ജനസൈഡ് ആണെന്ന്. നമ്മുടെ സാഡ് സ്റ്റേറ്റ്മെന്റ് ഇപ്പോഴും നമ്മൾ ചർച്ച ചെയ്യുക. അപ്പൊ UN സ്പെഷ്യൽ കമ്മിറ്റി പറഞ്ഞിട്ടുണ്ട്. ഇതുകൂടാതെ ഒരു സ്പെഷ്യൽ റാപ്പറ്റോർ എന്ന് പറയും, പാലസ്തീന്റെ കണ്ടീഷൻസ് നോക്കാൻ വേണ്ടി UN ഒരു സ്പെഷ്യൽ റാപ്പറ്റോർ ഉണ്ട്. അവരെ ഇപ്പം ഒരുപാട് പണിഷ് ചെയ്തിട്ടുണ്ട്. ഫ്രാൻസെസ്ക ആൽബനീസ് അവരും അന്ന് റിപ്പോർട്ട് എഴുതുന്നുണ്ട് ഇറ്റ്സ് എ ജനസൈഡ് എന്ന്. അത് നമുക്ക് ഐ കോൾ ഇറ്റ് എ ജനസൈഡ് ബിക്കോസ് ഇറ്റ് ഇസ് എ ജനസൈഡ് എന്നാണ് അവരുടെ റിപ്പോർട്ടിൽ പറയുന്നത്. ആൻഡ് ഇതല്ലാതെ ഉള്ളത് ഇസ്രായേലി സ്കോളേഴ്സ് ആണ്. സ്കോളർ കമ്മിറ്റികളും ഇസ്രായേലിൽ തന്നെ ഒരു കുറെ സ്കോളേഴ്സ് കളക്റ്റീവായിട്ട് വന്ന് പറയുന്നുണ്ട്. ഉദാഹരണത്തിന് അമോസ് ഗോൾഡ്ബർഗ് പറയുന്നുണ്ട് ഇത് ഹോളോകോസ്റ്റിന് റിസംബിൾ എക്സാക്ട്ലി ഹോളോകോസ്റ്റിന് റിസംബിൾ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ജനസൈഡ് അല്ലാതാണ് ജനസൈഡ് എന്ന് അമോസ് ഗോൾഡ്ബർഗ് പറയുന്നുണ്ട്. പിന്നെ റാസ് സീഗൽ എന്ന ഇസ്രായേലി ഹിസ്റ്റോറിയൻ, ഇതൊക്കെ ഇസ്രായേലി ആളുകളാണ് കേട്ടോ, ഈ ഹമാസ് ആളുകളല്ല. ഇസ്രായേലിനകത്ത് തന്നെയുള്ള ഹിസ്റ്റോറിയൻസും ഈ എന്താ പറയുന്നത് അക്കാഡമീഷ്യൻസും ആണ് പറഞ്ഞത് ഇത് ജനസൈഡാണ്. റാസ് സീഗൽ പറയുന്നുണ്ട്. റൊണാൾഡ് ഗിഗോർ എന്ന് പറയുന്ന ആളുകൾ പറയുന്നുണ്ട് ഇത് ജനസൈഡാണ്. അപ്പം ബേസിക്കലി ഇതാണ് ഈ അതിനകത്തുള്ള അക്കാഡമീഷ്യൻസ് എല്ലാവരും ഇത് പറയുന്നുണ്ട്. കൂടാതെ ഇൻഡിപെൻഡന്റ് സംഭവമുണ്ട്. ലേറ്റസ്റ്റ് ഇതിനകത്ത് ഏറ്റവും അവസാനമായിട്ട് പറയുന്നത് ഞാൻ പറഞ്ഞ ജൂലൈ 25 വന്ന ഈ IPC റിപ്പോർട്ടാണ്. അവിടെ ഫാമിൻ ഉണ്ടെന്നുള്ളത്. ഫാമിനും കൂടെ വരുമ്പോൾ ഇത് അതിന്റെ എഫക്ട് കൂട്ടുകയാണ്. വരൾച്ചയും കൂടെ അവിടെ വന്നിട്ടുണ്ട്. അപ്പൊ ഇത്രയും തെളിവുകളാണ് എന്നോട് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയാം. ഇത്രയും തെളിവുകൾ ഒരുമിച്ച് വരുമ്പോൾ നമ്മളത് ജനസൈഡ് അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്താ പറയുന്നത് യാഥാർത്ഥ്യത്തോടുള്ള കണ്ണടക്കലാണ്. ഇത് നിരാകരിക്കുന്ന ആളുകളിൽ ഒരു തെളിവുണ്ട്. ഇത് നിരാകരിക്കുന്ന ആളുകളിൽ ആകെയുള്ള വാദങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം ഹമാസാണ്, ഇതെല്ലാം ഹമാസ്. ഇപ്പൊ ഇസ്രായേലിനെ അനുകൂലിക്കുന്നവരും പറയുന്ന ഒരു ന്യായം, ഹമാസ് ജീവിക്കുന്നത് സിവിലിയൻസിന്റെ ഇടയിൽ ഇടപഴകിയാണ് ജീവിക്കുന്നത്. അപ്പൊ ഹമാസിനെ ഉന്മൂലനം ചെയ്യാനുള്ള ശ്രമത്തിനിടയിൽ സംഭവിക്കുന്ന ആക്സിഡന്റുകൾ മാത്രമാണ് സിവിലിയൻസ് കൊല്ലപ്പെടുന്നതെന്നാണ് പറയുന്നത്. അത് നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത ഇപ്പൊ ഞാനിപ്പോ ഒരു സ്ഥലത്ത് പോയിട്ട് ഞാനൊരു ആളെ കൊന്നെന്ന് കരുതുക. ഞാൻ ഒരു സ്കൂളിൽ പോയി ഒളിച്ചിരിക്കുകയാണ്. അപ്പം എന്ത് നോക്കിയിട്ട് എന്നെ വെളിയിറക്കാൻ പറ്റുന്നില്ല. അപ്പോൾ സർക്കാർ തീരുമാനിക്കുകയാണ് ഇതിലേതാണ് തീവ്രവാദി നമുക്ക് അറിയാൻ പറ്റുന്നില്ല, കുട്ടികളുടെ ഇടയിൽ നമുക്ക് ഇവനെ കണ്ടുപിടിക്കാൻ പറ്റുന്നത്, അതുകൊണ്ട് കാര്യം നമുക്ക് സ്കൂൾ ബോംബിടാം എന്ന് പറഞ്ഞാൽ എന്നാ ഞാൻ എവിടെയെങ്കിലും എടുക്കുമോ? അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അതാണ് ചെയ്യുന്നത്. അതാണിത്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ഈ തീവ്രവാദികളെ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല എങ്കിൽ ബേസിക്കലി നിങ്ങൾ ചെയ്യേണ്ടത് തീവ്രവാദികളെ കണ്ടുപിടിക്കുന്ന ടെക്നിക്കിലേക്ക് പോകാനാണ്. നിങ്ങൾ ഈ ലോകത്ത് എവിടെയെങ്കിലും ഇങ്ങനെ ഒരു ന്യായം പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതായത് ഞങ്ങൾക്ക് ആരെന്ന് അറിയാൻ പറ്റിയില്ല, അതുകൊണ്ട് ഞങ്ങൾ ഫുൾ മനുഷ്യരെ കൊന്നു. ഇപ്പൊ നമ്മുടെ ഇന്ത്യയിലെ തീവ്രവാദ ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇപ്പൊ മുംബൈ ഭീകരാക്രമണം നടത്തിയിട്ടുണ്ട്. താജ് ഹോട്ടലില് കുറെ ഭീകരർ വന്നിട്ട് ആക്രമിച്ചിട്ടുണ്ട്. അപ്പൊ പലർക്കും ആദ്യം കിട്ടിയിട്ടില്ല ആരാണ് തീവ്രവാദി, എവിടെയാണ് തീവ്രവാദി എന്നൊക്കെ കണ്ടുപിടിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ നമ്മൾ ഒരു കാര്യം ചെയ്യണം, നമുക്ക് താജ് ഹോട്ടലിൽ അങ്ങ് ബോംബിടാം. അല്ലെങ്കിൽ നമുക്ക് പാകിസ്ഥാൻ, നമ്മൾക്ക് ഇവിടെ റീസെന്റ് നമ്മുടെ പാകിസ്ഥാനിൽ നിന്ന് കുറെ ഭീകരർ വന്ന് ആക്രമിച്ചു എന്ന് ചില വാർത്തകളൊക്കെ വന്നായിരുന്നു. നമ്മുടെ ഈ സിന്ദൂർ ഓപ്പറേഷനിൽ സിവിലിയൻസിനെ ഇവിടെ ആരും കൊന്നിട്ടില്ല, അവരെ പിടിക്കാൻ കിട്ടാതിരുന്നിട്ട് പോലും നമുക്ക് ഫുൾ പാകിസ്ഥാനെ ബോംബ് ഇട്ടു. നമുക്ക് അറിയില്ല ആരാണ് തീവ്രവാദി എന്ന് അറിയില്ല. ഇതൊരു ന്യായമല്ല. ഇത് ജസ്റ്റ് ഒരു ജനസൈഡ് ചെയ്തിട്ട് അതിനെ ന്യായീകരിക്കാനുള്ള ഒരു പെയിന്റ് അടി മാത്രമാണ്. അത് ബോധമുള്ള ആരും ഒരു മനുഷ്യനും അംഗീകരിക്കത്തില്ല. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇത് ഇവരെ വലിയ രീതിയിൽ നിശിതമായി വിമർശിക്കുന്നത്. ഇപ്പൊ ഇസ്രായേൽ ആണെങ്കിലും UAE, ജർമ്മനി, ബെൽജിയം, ഫ്രാൻസ്, ഇറ്റലി തുടങ്ങിയ രാജ്യങ്ങളൊക്കെ വിമാനങ്ങളിൽ നിന്ന് ഭക്ഷണം എത്തിച്ചു കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട് ഗസയിലുള്ള മനുഷ്യർക്ക്. സമീപകാലത്ത് എങ്ങും ഒരു ഭക്ഷണം തടയൽ എന്ന് പറയുന്നത് ഒരു യുദ്ധ മാർഗമായിട്ട് നമ്മൾ ലോകത്ത് എവിടെയും കണ്ടിട്ടില്ല. പക്ഷെ ഇവർ ഭയങ്കര വേഗമായിട്ട് ഇസ്രായേൽ അനുകൂലികൾ പറയും എന്താ യമനിലെ പട്ടിണിയില്ലേ, യമനിലെ പട്ടിണിയെ കുറിച്ച് നിങ്ങൾ എന്ത് സംസാരിക്കുന്നില്ല. എനിക്ക് തോന്നുന്നു ഇത് പറയുന്ന അവർക്ക് തന്നെ അറിയാം യമനിലെ പട്ടിണി എന്ന് പറയുന്നത് ആരും മനുഷ്യനിർമ്മിതമായ മനുഷ്യരുണ്ടാക്കുന്ന പട്ടിണിയൊന്നും അല്ലെന്ന്. അപ്പോൾ ഈ മനുഷ്യനിർമ്മിത പട്ടിണി ഒരു മതിലിനപ്പുറം ഇസ്രായേലികള് പോപ്കോൺ ഒക്കെ കഴിച്ച് ഈ ബിഗ് ബ്രദർ ഒക്കെ ആസ്വദിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അപ്പുറത്ത് ഗസയില് കുഞ്ഞുങ്ങള് വെള്ളം പോലും കിട്ടാതെ മരിച്ചു പോകുന്നതും മൈദമാവിനായിട്ട് ക്യൂ നിൽക്കുന്നവരുടെ തലയിൽ ബോംബിടുന്നതും. അപ്പൊ ഇതിനെയൊക്കെ ഏത് രീതിയിലാണ് വംശഹത്യ അല്ല എന്ന് ന്യായീകരിക്കുന്നവർക്ക് പറയാൻ പറ്റുന്നത്? അവര് പല വാദങ്ങളാണ്, എനിക്ക് പലതും പല തമാശയായിട്ട് തോന്നാറുണ്ട്. അവര് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അവര് ചില കുട്ടികളുടെ ഒക്കെ വാർത്തകളാണ്. ഇപ്പൊ യുദ്ധം നടക്കുമ്പോൾ ഇവിടെ പട്ടിണി ഇല്ല എന്നാണല്ലോ ഇവര് പറയുന്നത്. ഗസയില് പട്ടിണി ഇല്ല. ഇത് ഇപ്പൊ മനുഷ്യനിർമ്മിത പട്ടിണി എന്ന് ആണ് ഞാൻ ഉപയോഗിച്ച വാക്ക്. അവര് പറയണത് ഇത് വെറുതെ ഒരു ക്യാമ്പയിന് വേണ്ടി ഉപയോഗിക്കും, പട്ടിണിയൊന്നും ഇല്ല അവിടെ, തടിയന്മാരുണ്ട് എന്നാണ് പറയുന്നത്. അത് തടി അതിപ്പോ നമ്മുടെ സൊമാലിയയിലെ ലീഡറിനെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ അയാൾക്ക് അത്യാവശ്യം തടിയൊക്കെ ഉണ്ട്. സൊമാലിയയിൽ പട്ടിണിയില്ലെന്ന് പറയും.
നമ്മൾ പട്ടിണി ഉണ്ടോ ഇല്ലയോ എന്ന് പറഞ്ഞാൽ ജനസമൂഹം എങ്ങനെയാ പട്ടിണി എന്താ പറയുക, ജനസമൂഹത്തിൽ എത്ര ഒരു ഇത്ര ശതമാനം ആളുകൾക്ക് ചില ഫീച്ചേഴ്സ് വരുമ്പോഴാണ് നമ്മളൊക്കെ അവിടെ പട്ടിണി ഉണ്ടെന്ന് പറഞ്ഞത്. ഇപ്പൊ IPC, ഞാൻ ഇന്റഗ്രേറ്റഡ് ഫുൾ ഫോം ഞാൻ മറന്നുപോയി. അപ്പൊ IPCയുടെ ഒരു റിപ്പോർട്ട് വന്നായിരുന്നു, മെയിലാണ് വന്നത്. അപ്പൊ അവര് ബേസിക്കലി ഓരോ സ്ഥലത്ത് ക്ഷാമം ഉണ്ടോ എന്ന് കണ്ടുപിടിക്കുന്ന ഒരു ഇൻഡിപെൻഡന്റ് സംഘടനയാണ്, വളരെ റിലയബിൾ ആയിട്ടുള്ള സംഘടനയാണ്, അക്കാഡമിക് സ്റ്റഡീസിനെല്ലാം ഉപയോഗിക്കുന്ന സംഘടന. അപ്പൊ അവര് മുമ്പോട്ട് വെച്ച പ്രൊജക്ഷൻ, അവര് കഴിഞ്ഞ ഡിസംബറിൽ തൊട്ട് പ്രൊജക്ഷൻ വെക്കുന്നുണ്ട്. ഏറ്റവും അവസാനം വന്ന മെയിലായിരുന്നു. മെയിൽ അവർ പ്രൊജക്ട് ചെയ്തെന്ന് വെച്ചാൽ സെപ്റ്റംബർ ആകുമ്പോഴത്തേക്കിനും സ്റ്റേജ് 5 കണ്ടീഷൻ ആകും. സ്റ്റേജ് 5 എന്ന് പറഞ്ഞാൽ ഫാമൈൻ ആണ്. അപ്പൊ ഫാമൈൻ എന്ന് അവർ കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ 20 തൊട്ട് 30% വീടുകൾ പട്ടിണിയിലാണ്, ഫുഡില്ലാതെ കുട്ടികൾ വീടുകളുണ്ട്. ആൻഡ് ഒരു 30%-ഓളം കുട്ടികൾ അണ്ടർ നറിഷ്ഡ് ആണ്, മാൽ നറിഷ്ഡ് ആണ്. ആൻഡ് ഒരു ദിവസം 10,000-ൽ 1-2 പേര് മരിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു കണക്ക്. ഈ 3 കണ്ടീഷൻസ് മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ സമൂഹം ഫാമിനിലാണ് എന്നാണ് അവർ പറയുന്നത്. അതാണ് അവരുടെ മാനദണ്ഡം. ഇത് എല്ലാ അക്കാഡമിക് പഠനത്തിനും ഉപയോഗിക്കുന്ന മാനദണ്ഡങ്ങളാണ്. അപ്പൊ ഈ മാനദണ്ഡങ്ങൾ വെച്ചിട്ട് അവർ പറയുന്നുണ്ടായിരുന്നു സെപ്റ്റംബർ ആകുമ്പോഴത്തേക്കിനും സ്റ്റേജ് 5-നെയാണ് അവർ ഫാമിൻ എന്ന് വിളിക്കുന്നത്. സ്റ്റേജ് 5 ഫാമിൻ അവിടെ എത്താൻ സാധ്യത ഉണ്ടെന്ന്. പക്ഷേ ജൂലൈയിൽ വീണ്ടും ഒരു റിപ്പോർട്ട് എടുത്തു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റിപ്പോർട്ട് വന്നതിന് ശേഷം അവിടെ വീണ്ടും ബോംബിങ്ങുകൾ ഉണ്ടാവുന്നു, വീണ്ടും വളരെ അക്രമസക്തമായിട്ട് ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുള്ള നടപടികൾ വന്നതിന് ശേഷം പുതിയ റിപ്പോർട്ട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി സ്റ്റേജ് 5 കടന്നു എന്നതാണ്. സ്റ്റേജ് 5 ഫാമിൻ എന്നത് ഓൾറെഡി 30%-ഓളം കുട്ടികൾ മാൽനറിഷ്ഡ് ആണ്, അവിടെ ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ല. ആൻഡ് മരണം ഇത്ര നടക്കുന്നുണ്ട്. ഒരു ദിവസം 10,000-ൽ 2 to 4 ഇടയ്ക്ക് മരണം നടക്കുന്നുണ്ട്, വിശപ്പ് കാരണം. പല ആളുകളും ക്യൂ നിന്നും മരിക്കുന്നുണ്ട്, കാരണം ക്യൂ നിൽക്കുന്നവരുടെ തലയിലും ബോംബിടുന്നു. അപ്പൊ ഈ ഒരു സംഭവം വെച്ചിട്ടാണ് അവർ പറഞ്ഞത് ഇവിടെ ഫാമിൻ ഉണ്ടെന്ന്. അല്ലാതെ ഈ ലൊട്ടിലൊടുക്കൻ രാഷ്ട്രീയമുണ്ട്. ലൊട്ടിലൊടുക്കൻ രാഷ്ട്രീയം വെച്ച് കഴിഞ്ഞാൽ പട്ടിണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ മെലിഞ്ഞ കുറെ കുട്ടികളെ കാണണം, അല്ലെങ്കിൽ തടിച്ച ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഉടനെ അവിടെ പട്ടിണിയില്ല, അതുകൊണ്ട് പട്ടിണിയില്ല എന്ന് പറഞ്ഞ് അതൊക്കെ നമ്മുടെ വളരെ ഞാൻ അതായത് കേശവമാമൻ രാഷ്ട്രീയം എന്നാണ് പറയുന്നത്. അതായത് ഈ ഓ കോൺസ്പിറസി തിയറി. എന്താ പറയുക, ശാസ്ത്ര പ്രചാരകർ അല്ലെങ്കിൽ ഫ്രീ തിങ്കേഴ്സ് അല്ലെങ്കിൽ സ്വതന്ത്ര ചിന്തകർ എന്നൊക്കെ പറയുന്ന ആളുകളെ നമ്മൾ കണക്കാക്കുന്നത് ഇതുപോലെ ചില മാനദണ്ഡങ്ങൾ വെച്ച്, ഇപ്പോൾ വംശഹത്യ എന്ന് പറഞ്ഞാൽ എന്താണ്, അതിന്റെ മാനദണ്ഡങ്ങൾ എന്താണ്, പട്ടിണി എന്ന് പറഞ്ഞാൽ എന്താണ്, അതിന്റെ മാനദണ്ഡങ്ങൾ എന്താണ്, ഒരു അന്താരാഷ്ട്ര സമൂഹം അംഗീകരിക്കുന്ന ചില അളവുകോലുകൾക്ക് അനുസൃതമായി ഇത്തരം കാര്യങ്ങളിലൊക്കെ തീരുമാനം എടുക്കുന്നവർ അല്ലെങ്കിൽ വിചാരിക്കുന്നവർ, അഭിപ്രായം പറയുന്നവർ എന്നാണ്. പക്ഷെ ഭയങ്കര സങ്കടകരമെന്ന് തോന്നുന്ന ഒരു കാര്യം, നമ്മുടെ സമൂഹത്തിൽ ഫ്രീ തിങ്കേഴ്സ് എന്ന് പറയുന്ന വലിയൊരു വിഭാഗം ആളുകൾ വലിയ ഇസ്രായേലി അനുകൂലികളും ഗസയുടെ ഭയങ്കര ശത്രുക്കളായി മാറിയും, അപ്പൊ അവിടെ വംശഹത്യ ഇല്ലെന്ന് പറയുന്നു, പട്ടിണി ഇല്ലെന്ന് പറയുന്നു. എന്തിനു വേണ്ടിയാണ് കേരളത്തിലിരുന്ന് നമ്മളിത് ശരിക്കും ഇത് സ്ഥാപിച്ചിട്ട് നമുക്ക് എന്ത് ഗുണമാണ് കിട്ടുന്നത്? എന്തുകൊണ്ടാണ് ഫ്രീ തിങ്കേഴ്സിലെ ഒരു വിഭാഗം ആളുകൾ ഇത്തരത്തിൽ ആറി മാറുന്നത്? ആക്ച്വലി ഇവര് ഫ്രീ തിങ്കേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവർക്ക് ആകെ അറിയാവുന്ന നമ്മുടെ കേരളത്തിൽ മാത്രമല്ല, ഇതൊരു ഗ്ലോബൽ ഫിനോമിനയാണ്. നമ്മൾ വിചാരിക്കും കേരളത്തിൽ മാത്രമല്ല ഫിനോമിന, ഗ്ലോബൽ ഫിനോമിന. ഗ്ലോബലി തന്നെ ഫ്രീ തിങ്കേഴ്സിന് ആകെ ആധികാരികമായിട്ട് അറിയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബാങ്ങും പരിണാമവും മാത്രമാണ് ശാസ്ത്രത്തില്. അല്ലാതെ ബാക്കി സാമൂഹിക വിഷയങ്ങളിൽ സീറോ നോളജ് ആണ്. കാരണം ഇത് മാത്രമേ അവര് ശരിക്കും ഇരുന്ന് പഠിച്ചിട്ടുള്ളൂ. പരിണാമം എന്താണ്, ബിഗ് ബാങ് തിയറി, അങ്ങനെയുള്ള ചില കുറച്ച് സയൻസിന്റെ തിയറികൾ മാത്രമേ. അല്ലാതെ സാമൂഹിക ശാസ്ത്രത്തിൽ ഇവര് കാര്യമായ പഠനങ്ങൾ ഇവർ നടത്തുന്നില്ല. സാമൂഹിക ശാസ്ത്രം ഈ പത്രത്തിന്റെ തലക്കെട്ട് നോക്കിയാണ് വളർത്തുന്നത്. നമ്മുടെ വീടുകളിലൊക്കെ എപ്പോഴും നമുക്ക് ഓരോ അമ്മമാരെ കാണുന്നത് ഇങ്ങനെ പത്രം തോന്നോ പെട്രോളിന് വില കൂടി, പിണറായി രാജിവെക്കണം, അല്ലെങ്കിൽ ഇത് കൂടി. ഈ ഗ്ലോബൽ സിസ്റ്റം എന്താണ്, ഒരു ആത്യന്തികമായ സിസ്റ്റം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ചൊന്നും ചിന്തിക്കാതെ അപ്പൊ തോന്നുന്ന ഓരോ രാഷ്ട്രീയം പറയുന്നത്, ലൊട്ടിലൊടുക്ക് രാഷ്ട്രീയം പറയുന്ന രീതിയിലാണ് ഗ്ലോബലി ഫ്രീ തിങ്കിങ് മൂവ്മെന്റ് പോകുന്നത്. അതിപ്പം നമ്മുടെ കേരളത്തിലും അങ്ങനെ തന്നെയാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഈ വിഷയങ്ങൾ, ഇപ്പം പട്ടിണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ മനസ്സിൽ വരുന്നത് തടിയുള്ള ഏതെങ്കിലും മനുഷ്യനെ കണ്ടു കഴിഞ്ഞാൽ അവിടെ പട്ടിണിയില്ല. പക്ഷെ അങ്ങനെയല്ല നമ്മൾ പട്ടിണി മനസ്സിലാക്കുന്നത്. ഇതിന്റെ പ്രധാന പ്രശ്നം സോഷ്യൽ സയൻസിനെ സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല എന്നത് തന്നെയാണ്. സോഷ്യൽ സയൻസ് അതായത് ഭാഗത്തുള്ള എൻറ്റിറ്റീസ് എന്താണ്, റിസർച്ച് എന്താണ്, അവരെന്തൊക്കെ മാനദണ്ഡങ്ങളാണ് കൊടുക്കുന്നത്, എന്തൊക്കെ ഡെഫിനിഷൻസ് ആണ് കൊടുക്കുന്നതെന്ന് വായിക്കുന്നില്ല, മനസ്സിലാക്കുന്നില്ല, അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ശ്രമിക്കുന്നില്ല. അതാത് ദിവസങ്ങളിൽ വരുന്ന പത്രവാർത്തകളുടെ ടൈറ്റിലുകളിൽ വെച്ച് മാത്രം സ്വന്തമായിട്ട് തോന്നുന്ന ഓരോ കഥകൾ ഇങ്ങനെ പടച്ചു വിടുകയാണ്. എന്നിട്ട് അതിന് യുക്തിചിന്ത, ഫ്രീ അല്ല, തിങ്കിങ്. പത്രവാർത്തകൾക്കും പ്രശ്നമുണ്ട്. ഇവര് ചൂസ് ചെയ്യാൻ വായിക്കുന്ന പത്രങ്ങൾ എന്ന് പറയുന്നത് എപ്പോഴും വലതുപക്ഷ മാധ്യമങ്ങളാണല്ലോ. അപ്പൊ അതിന്റെ തലക്കെട്ടുകൾ ക്ലിയർലി, സ്വാഭാവികമായിട്ടും ഒബ്വിയസ്ലി ഇത്തരത്തിൽ തന്നെയാണ്. ഇപ്പൊ ഒബ്വിയസ്ലി ഇസ്രായേലിന്റെ വാർത്തകൾ നമുക്ക് നോക്കി അറിയാം വലതുപക്ഷ മാധ്യമങ്ങൾ എങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നു, ഒന്നോ രണ്ടോ ഇടതുപക്ഷ മാധ്യമങ്ങൾ എങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളത്. അതെ അതെ. ഇപ്പൊ ഉദാഹരണം ഞാൻ വംശഹത്യ, ഈ വംശഹത്യയുടെ സംഭവം, വംശഹത്യ ഇവര് ഈ നമ്മള് സന്തോഷ് പണ്ഡിറ്റ് സിനിമകൾ കണ്ടിട്ടില്ലേ, ഈ
ബസ് സ്റ്റോപ്പിൽ നിന്നാ ബസ് വരും, ഫുൾ സ്റ്റോപ്പിൽ നിന്നാ ഫുള്ള് വരില്ല എന്ന് പറയുന്നവർ അവിടെ ആ ഫുൾ സ്റ്റോപ്പിൽ ഫുള്ളും സ്റ്റോപ്പിനെ ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ട് ഫുൾ ഇതാണ്, ഫുള്ള് വരുന്ന സ്റ്റോപ്പാണ് ഫുൾ സ്റ്റോപ്പ് എന്ന് പറഞ്ഞത് എത്രത്തോളം കോമഡിയാണെന്ന് അതിനാണ്. വംശഹത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വംശം ഉണ്ടായിരിക്കണം. പലസ്തീനികളോ അറബികളോ ഒരു വംശമല്ല, അതുകൊണ്ട് വംശഹത്യയല്ല. ഇതാണ് ഇവരുടെ ലോജിക്ക്. മനസ്സിലായി? ഇവര് വളരെ സീരിയസ് ആയിട്ട് മുമ്പോട്ട് പുഷ് ചെയ്യുന്ന നറേറ്റീവ് എന്ന് പറഞ്ഞാൽ വംശമല്ലല്ലോ. നമ്മള് സാമൂഹിക ശാസ്ത്രത്തിൽ ഈ വംശഹത്യ, റേസിസം ഇങ്ങനെയുള്ള ചില വാക്കുകൾ ഉപയോഗിക്കുന്നത് അവിടെ ആക്ച്വലി റേസ് ഉണ്ടെന്നോ ആക്ച്വലി വംശം ഉണ്ടെന്നോ ഉള്ള രീതിയിലല്ല. ഇതുപോലുള്ള കാര്യങ്ങൾ ചരിത്രത്തിൽ നടക്കുമ്പോൾ ആ മനുഷ്യർ കുറച്ച് പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. ഇപ്പം ഹോളോകോസ്റ്റ് എന്ന് പറഞ്ഞാൽ ജൂതന്മാരുടെ വംശഹത്യ എന്നാണ് നമ്മൾ പറയുന്നത്. ജൂതന്മാരൊരു വംശമല്ല, ജൂതം ഒരു മതമാണ്. ഇപ്പൊ ജൂതന്മാരെ നമ്മൾ എടുക്കുവാണെങ്കിൽ പലതരത്തിലുള്ള ജൂതന്മാരുണ്ട്. സെഫാർഡിക് ജ്യൂസ് ഉണ്ട്, എത്യോപ്യൻ ജ്യൂസ് ഉണ്ട്, അഷ്കനാസി ജ്യൂസ് ഉണ്ട്. ഇവരെല്ലാം വേറെ വേറെ വംശങ്ങൾ. ഇവരെയൊക്കെ നിങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവരുടെ ഫീച്ചേഴ്സ് ഒക്കെ വ്യത്യസ്തമാണ്. ജൂതന്മാരൊരു വംശമല്ല, പക്ഷെ ജൂതന്മാരെ അവിടെ ഹോളോകോസ്റ്റ് ചെയ്തിട്ടെന്ന് പറയുമ്പോൾ ജൂതം എന്ന വംശത്തെ അല്ല, ജൂത മതത്തിൽ പെടുന്ന എല്ലാവരെയും അവർ ഈ ഹോളോകോസ്റ്റ് കൊല്ലാൻ അവർ ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ വംശഹത്യ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഐഡന്റിറ്റി, അത് ചിലപ്പോൾ മതമാകാം, ഈ ട്രഡീഷണൽ വംശമാകാം, നാഷണാലിറ്റി ആകാം, കൾച്ചർ ആകാം, ലാംഗ്വേജ് ആകാം, ഇത് ഷെയർ ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് മനുഷ്യരെ കൊന്നു തള്ളുന്നു എന്നതാണ്. അപ്പം പലസ്തീനി എന്ന ഡിസ്റ്റിങ് ഐഡന്റിറ്റി, അതൊരു കൾച്ചറൽ ആൻഡ് പൊളിറ്റിക്കൽ ഐഡന്റിറ്റി. അവരൊരു അറബ് കൾച്ചർ ഉണ്ട്, അവർക്ക് അവരുടേതായ ഒരു ഡിസ്റ്റിങ് ഐഡന്റിറ്റി. ആ ഐഡന്റിറ്റി ഉള്ള മനുഷ്യരെ കൊന്നു തള്ളുന്നു എന്നുണ്ടെങ്കിൽ അത് വംശഹത്യയാണ് എന്നതാണ് സോഷ്യൽ സയൻസ് പഠിക്കുന്ന ഏതൊരു മനുഷ്യനും പറയാം. പക്ഷെ ഇവര് ഇതിനെ ഇങ്ങനെയാണ് കാണുന്നത്. ഇങ്ങനെയുള്ള ഈ സന്തോഷ് പണ്ഡിറ്റ് സിനിമകളിലെ ഡയലോഗ് മാതിരി ഫുൾ സ്റ്റോപ്പിൽ ഫുൾ ഇല്ല, സ്റ്റോപ്പ് ഇല്ല, അതുകൊണ്ട് ഇത് ഇങ്ങനെയാണെന്ന് പറയുന്ന മാതിരിയാണ് ഇവർ ഇതിനെ. അതാണ് ഇതിന്റെ പ്രധാന പ്രശ്നം. അതായത് ഈ ഒരു സാമൂഹിക വിഷയങ്ങളെ എങ്ങനെയാണ് സാമൂഹിക ശാസ്ത്രജ്ഞർ മനസ്സിലാക്കുന്നത് അങ്ങനെ മനസ്സിലാക്കാൻ യാതൊരു ശ്രമവും നടത്തുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ കേശവമാമൻ ലെവലിൽ മാത്രം മനസ്സിലാക്കാൻ ശ്രമിക്കും. അതാണ് ഇതിന്റെ പ്രധാന പ്രശ്നം. ഇപ്പൊ ഉറക്കം നടിക്കുന്നവരെ നമുക്ക് ഉണർത്താനൊന്നും സാധിക്കില്ല. ഏറ്റവും ലളിതമായ ഭാഷയിൽ ഇപ്പൊ പറഞ്ഞതിന്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്താൽ അതെങ്ങനെയായിരിക്കും. ഇപ്പൊ പലസ്തീനിലെ അല്ലെങ്കിൽ ഗസയിലെ ഈ മനുഷ്യർ എന്ന് പറയുന്നത് എന്ത് തരം മനുഷ്യരാണ്, അവർ ഏത് രീതിയിലാണ് ഒരു കൂട്ടായ്മയായി മാറുന്നത്, ഏത് രീതിയിലാണ് അവരെ കൂട്ടക്കൊല ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഏറ്റവും സിമ്പിൾ ആയിട്ട് ഏത് മനുഷ്യനും കേട്ടാൽ മനസ്സിലാവുന്ന പോലെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യോ? പലസ്തീൻ ജനത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബ്രിട്ടീഷ് മാൻഡേറ്റിന് മുമ്പ് അവിടെ തലമുറയായിട്ട് താമസിച്ചിരുന്ന മനുഷ്യരാണ്. അവർക്ക് അവരുടേതായ ഡിസ്റ്റിങ് കൾച്ചർ ഉണ്ട്, അവർക്ക് ഡിസ്റ്റിങ് ആയിട്ടുള്ള ഭാഷയുണ്ട്, ഡിസ്റ്റിങ് ആയിട്ടുള്ള ആചാരങ്ങളുണ്ട്. അത് മതി അവരൊരു ഡിസ്റ്റിങ് പൊളിറ്റിക്കൽ എൻറ്റിറ്റി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ. അത്രയും ഫീച്ചേഴ്സ് മതി. വേറെ അവർക്ക് സ്കിന്നിന്റെ കളറോ അതൊന്നും നമുക്ക് നോക്കണ്ടില്ല. ഡിസ്റ്റിങ് കൾച്ചർ, ലാംഗ്വേജ്, ആചാരങ്ങൾ പാലിക്കുന്ന ഒരു വിഭാഗം ആളുകൾ തലമുറയായിട്ട് അവിടെ താമസിക്കുന്നു. ആ മനുഷ്യരെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുന്നുണ്ട് പലതരത്തിലും. അതിൽ ഏറ്റവും തീവ്രമായിട്ട് അറ്റാക്ക് അല്ലെങ്കിൽ വയലൻസ് ഉപയോഗിക്കുന്ന ഹമാസ് ആണെങ്കിലും ഹമാസ് അല്ലാത്ത സെക്യുലർ ആയിട്ടുള്ള അവിടെ മൂവ്മെന്റ്സ് നടക്കുന്നുണ്ട്. പലതരത്തിലുള്ള വയലൻസും നോൺ വയലന്റും ആയിട്ട് പലതരത്തിലുള്ള മൂവ്മെന്റുകൾ അവിടെ നടക്കുന്നുണ്ട്. ഇവരുടെ എല്ലാം കോമൺ കോസ് എന്ന് പറയുന്നത് സ്വതന്ത്ര പലസ്തീൻ എന്നാണ്. കാരണം ഇവരുടെ ഭൂമി തട്ടിപ്പറിച്ചാണ്. അപ്പൊ ആ ഒരു ഡിസ്റ്റിങ് പൊളിറ്റിക്കൽ ഐഡിയോളജി നിൽക്കുന്ന ആളുകളെ എല്ലാം തന്നെ അവരുടെ ഒരു ഒന്നെങ്കിൽ ഹോൾലി അല്ലെങ്കിൽ പാർട്ട്, ജനസൈഡിന്റെ ഡെഫിനിഷനിൽ മുഴുവൻ പേരെ കൊല്ലണമെന്നില്ല, ഹോൾ അല്ലെങ്കിൽ പാർട്ടാണ്. ഒന്നെങ്കിൽ മുഴുവനായിട്ട് കൊല്ലുക അല്ലെങ്കിൽ കുറച്ച് ഭാഗം കൊല്ലുക, ഇന്റൻഷനലി കൊല്ലുക എന്നത് ഒരു ഫീച്ചറാണ് ജനസൈഡ്. രണ്ടാമത്തെ ഫീച്ചർ സീരിയസ് മെന്റൽ ഹാം ഉണ്ടാക്കുക, ഒരു ജനവിഭാഗത്തിന് മെന്റൽ ഹാം ഉണ്ടാക്കുക. മൂന്നാമത്തേത് അവർക്ക് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഉണ്ടാക്കുക. ആൻഡ് നാലാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളെ ഉൽപ്പാദിപ്പിക്കാൻ പറ്റാത്ത രീതിയിൽ, അടുത്ത തലമുറ ഉണ്ടാക്കാൻ പറ്റാത്ത രീതിയിലുള്ള അവസ്ഥകൾ ഉണ്ടാക്കുക. ഇതാണ് ജനസൈഡിന് അവർ മുമ്പോട്ട് വയ്ക്കുന്ന മാനദണ്ഡങ്ങൾ. പൊതുവെ നിങ്ങൾ ജനസൈഡിൻ ആണെന്ന് പറഞ്ഞ് വരുന്ന റിപ്പോർട്ടുകളെല്ലാം എടുക്കുന്ന ഡെഫിനിഷൻസ് ആണ്. അപ്പൊ ഈ ഒരു പൊളിറ്റിക്കൽ ഐഡന്റിറ്റി എന്നുള്ള മനുഷ്യരെ ഇതെല്ലാം ഇവർ ചെയ്തിട്ടുണ്ട്. ഇവർ ചെയ്തിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ഒന്ന് കൊന്നിട്ടുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇത് കൊന്നിട്ടില്ല എന്നാരും അംഗീകരിക്കുന്നില്ല. കൊന്നിട്ടുണ്ട് ഏതാണ്ട് 60,000 ഭാഗമുണ്ട്. 60,000 അണ്ടർ കൗണ്ടഡ് ആണെന്നാണ് പറയുന്നത്. ലാൻസെറ്റ് വന്ന ലേറ്റസ്റ്റ് സ്റ്റഡി പറഞ്ഞത് ഇത് അണ്ടർ കൗണ്ട് ആണ്. ആക്ച്വൽ റിപ്പോർട്ട്സ് കൂടുതലായിരിക്കും. കാരണം അവിടെ കൗണ്ട് എടുക്കുന്ന മെക്കാനിസംസ് ഇവര് ഡിസ്ട്രോയ് ചെയ്തിട്ടുണ്ട്. കാരണം ഹോസ്പിറ്റലുകളിൽ നിന്നായിരുന്നു ഈ ഹോസ്പിറ്റലിൽ മരിച്ച കൗണ്ട് ആയിരുന്നു എടുത്തുകൊണ്ടിരുന്നത്. ഹോസ്പിറ്റലെല്ലാം ഇടിച്ചു പൊളിച്ച് കളഞ്ഞതിന് ശേഷം അത് ഒരു ഇതായിട്ട് എടുക്കണം. അപ്പൊ വരുന്ന കൗണ്ട് അണ്ടർ കൗണ്ടഡ് ആണെന്നാണ് എക്സ്പേർട്സ് പറയുന്നത്. അപ്പൊ അവർ കൊന്നിട്ടുണ്ട്. രണ്ടാമത്തത് സീരിയസ് മെന്റൽ ഹാം. കാരണം നിരന്തരം സീജിലാണ്, നിരന്തരം ഇവരെ ഇവിടുന്ന് പറയുകയാണെങ്കിൽ നോർത്ത് ഗാസയിൽ നിന്ന് സൗത്ത് ഗാസയിലേക്ക് പോകാൻ പറഞ്ഞു. എന്നിട്ട് അവിടെ പോയിട്ട് അവിടെ ബോംബിടുന്നു. എന്നിട്ട് പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഡിസ്പ്ലേസ് ചെയ്യാൻ പറഞ്ഞു, പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഡിസ്പ്ലേസ് ചെയ്യാൻ. അതായത് നിരന്തരം ഡിസ്പ്ലേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത് ഉണ്ടാക്കുന്ന സൈക്കോളജിക്കൽ സ്ട്രെസ് ഉണ്ട്. ആൻഡ് മരിച്ചതിൽ കൂടുതലും ഈ കുട്ടികളും അമ്മമാരും, അതായത് അടുത്ത തലമുറയിലുള്ള ജനങ്ങൾക്ക് വളരാൻ പറ്റാത്തൊരു അവസ്ഥ ഇവർ ഉണ്ടാക്കിയിട്ടുണ്ട്. ആൻഡ് പല തരത്തിലുള്ള മിസ്കാരേജസ്, അത് ഈ വെള്ളവും ഫുഡും ഇൻഫ്രാസ്ട്രക്ചറും നശിച്ചതിന് ശേഷം അവിടെ ഗർഭിണികൾക്ക് അങ്ങനെ കുട്ടികൾ ഉണ്ടാവാനും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വളരെ മോശമായിട്ടുള്ള അവസ്ഥ. അതായത് അടുത്ത തലമുറയെ അവർ ബ്ലോക്ക് ചെയ്യുന്നു. ഈ യുദ്ധം തുടങ്ങിയതിന് ശേഷം ഇസ്രായേൽ
പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാരണം ഇസ്രായേലാണ് ഗാസയിലെ 50% കുടിവെള്ളം കൺട്രോൾ ചെയ്യുന്ന ഇസ്രായേലാണ്. പലരും കൊടുക്കല്ല, കൺട്രോൾ ചെയ്യുന്ന. ഇവരാകെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് 9 to 10 ലിറ്റേഴ്സ് ആണ്. അതായത് വേണ്ടത് 50 to 100 ലിറ്റർ ആണ് ഒരാൾക്ക് ഒരു ദിവസം. ഇവർ പ്രൊവൈഡ് ചെയ്യുന്ന 9 to 10 ലിറ്റർ ആണ്. അപ്പൊ അത്രയ്ക്ക് വെള്ളം പോലും കൊടുക്കാതാണ് ഇവിടെ ഈ ഒരു സംഭവം ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ ഇതെല്ലാം കൂടെ എടുത്തിട്ടാണ് ഇതൊരു ജനസൈഡ് ആണെന്ന് പറയുന്നത്. കാരണം ഇവിടെ എല്ലാ പാരാമീറ്ററും മാച്ച് ചെയ്യുന്നുണ്ട്. ഈ ആൻഡ് എന്താ പറയുന്നത്, അവിടെ ജനവാസ യോഗ്യമല്ലാത്തൊരു അവസ്ഥയാക്കി മാറ്റിയിട്ടുണ്ട്. നിങ്ങൾ നോക്കുവാണെങ്കിൽ ഇപ്പം ഞാൻ പറയുന്നത് നിങ്ങൾക്ക് വിശ്വാസം ഇല്ലെങ്കിൽ ഇപ്പൊ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഗൂഗിൾ എർത്തിൽ പോകാം, earth.google.com എന്ന് പോകാം. ഗാസയിലേക്ക് നിങ്ങൾക്ക് സൂം ഇൻ ചെയ്യാം. ഗാസയിലേക്ക് നിങ്ങൾക്ക് സൂം ഇൻ ചെയ്തിട്ട് നോർത്ത് ഗാസ റീജിയനിൽ പോയിട്ട് നല്ല രീതിയിൽ സൂം ചെയ്താൽ നിങ്ങൾക്ക് വിശാലമായിട്ട് ഇങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന ബിൽഡിങ്ങുകളുടെ റബിൾസ് കാണാം. കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റർ, ആകെ 41 കിലോമീറ്ററിന്റെ ഒരു സ്ട്രെച്ച് ആണ് ഈ ഗാസ സ്ട്രിപ്പ്. അതിലൊരു 20 കിലോമീറ്റർ നിങ്ങൾക്ക് പകുതിയോളം നിങ്ങൾക്ക് റബിൾസ് മാത്രം കാണത്തുള്ളൂ. ആൻഡ് ഈ റബിൾസ് നിങ്ങൾക്ക് ഗൂഗിൾ എർത്തിന്റെ ഒരു വ്യത്യസ്ത ഒരു ഫീച്ചർ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഹിസ്റ്റോറിക്കൽ ഡേറ്റ കാണാൻ പറ്റും. അതായത് 2 കൊല്ലം മുമ്പ് ആ സ്ഥലം എങ്ങനെയായിരുന്നു, 3 കൊല്ലം മുമ്പ് എങ്ങനെ സ്ഥലം. 2023 വരെ ഉള്ള മാപ്പിന്റെ ഇമേജസ് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നല്ല ഗ്രീനറി, നല്ല ബിൽഡിങ്സ്, റോഡ്, സ്കൂളുകളൊക്കെ കാണാൻ പറ്റുമായിരുന്നു. ഇന്ന് നിങ്ങൾ പോയി അവിടെയുള്ള റബിളാണ്. പാടങ്ങൾ വരെ ഒരു ബോംബിടും. ഇവർ പറയുന്നുണ്ടല്ലോ ഇവര് ഹമാസിനെ കൊല്ലുന്നത്. പാടങ്ങൾ, നല്ല ഗ്രീൻ ആയിട്ട് കിടക്കുന്ന പാടങ്ങൾ വരെ നശിച്ച് നാറാണക്കല്ലാക്കുന്നുണ്ട്. അതായത് അവിടെ ഒരു മനുഷ്യൻ ജീവിക്കാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയിൽ അവർ മാറ്റുന്നുണ്ട്. എന്നിട്ടും ആളുകൾ പറയുന്നത് ജനസൈഡ് അല്ലെന്ന്. ഗൂഗിൾ എർത്ത് ആണ്. ആൻഡ് ഇതിലിപ്പോ നിങ്ങൾക്ക് ഇത് ഗാസ സ്ട്രിപ്പ് ആണിത്. ഓക്കെ, ഇതിൽ ഈ നോർത്ത് ഗാസയിൽ നിങ്ങൾ ഇപ്പം ഏതെങ്കിലും ഒരു ഏരിയ, നോർത്ത് ഗാസയിൽ ഏതെങ്കിലും ഒരു ഏരിയ, ഇപ്പൊ ഞാൻ ഈ ഏരിയയിലേക്ക് സൂം ഇൻ ചെയ്യാന്ന് വിചാരിച്ചു. നിങ്ങൾ ഈ ഡിസ്ട്രക്ഷൻ കണ്ടോ? ഇതെല്ലാം ബോംബ് ചെയ്ത് റേസ് ചെയ്ത ബിൽഡിങ്സ് ആണ്, മനസ്സിലായില്ലേ? എല്ലാം ഡിസ്ട്രോയിഡ് ബിൽഡിങ്സ് ആണ്. ഇതിന്റെ സീരിയസ്നെസ് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ഇതിന്റെ ഹിസ്റ്ററി നോക്കണം. അപ്പൊ നമുക്ക് ഇവിടെ തന്നെ വ്യൂവില് ഹിസ്റ്റോറിക്കൽ ഇമേജറി നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പം ഞാനിപ്പോ 2023 ഷിഫ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചത്. 2023 ഇങ്ങനെ ഇരുന്ന സ്ഥലമാണിത്. സ്ഥലം കണ്ടോ? 2023 ജൂലൈ 15, 2023 സാറ്റലൈറ്റ് ഇമേജ് ഇങ്ങനെ ആയിരുന്നു. ആൻഡ് ഇപ്പൊ നമുക്ക് ലേറ്റസ്റ്റ് വരുന്ന December 1, 2024 ഇങ്ങനെയാണ്. നോക്കി, ഇങ്ങനെയാണ്. ആൻഡ് ഈ നോർത്ത് ഗാസ മുഴുവൻ ഇങ്ങനെയാണ്. ഇതുണ്ട്, ഇത് ഈ ഭാഗം നോക്കുക. ഈ ഭാഗം ഫുൾ ഡിസ്ട്രോയിഡ്. 2023 നിങ്ങൾ വരുമ്പോൾ 2023 ഇങ്ങനെയായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കുക. ഈ സ്ഥലങ്ങളൊക്കെ ഇവർ പറയുന്ന ഈ തീവ്രവാദികളെ പിടിക്കാനാണ് ഇത് ചെയ്യുന്നതെന്നാണ് പറഞ്ഞുകൊണ്ടാണ് ഇവർ ചെയ്യുന്നത്. ഇതൊക്കെ അൺഡിനൈബിൾ ഡേറ്റ, നമ്മുടെ കണ്ണും. ഇതിപ്പം ഇത് നിരാകരിക്കണമെങ്കിൽ ആകെ പറയാൻ പറ്റുക ഈ സാറ്റലൈറ്റ് ഉണ്ടാക്കിയത് ഹമാസ് ആണ്. ഈ ഫോട്ടോ എടുത്തത് ഹമാസിന്റെ സാറ്റലൈറ്റ് ആണെന്നൊക്കെ പറഞ്ഞ് ന്യായീകരിച്ചാൽ ഇത് പറ്റത്തുള്ളൂ. ഇങ്ങനെ ഒരു സ്ഥലം, അതായത് നിങ്ങൾ ഈ ഏരിയ മൊത്തം, ഈ നോർത്ത് ഗാസയിലെ മൊത്തം ഏരിയ നിങ്ങൾ എടുത്തു പോയി കഴിഞ്ഞാൽ ഇങ്ങനത്തെ സ്ഥലങ്ങളെ നിങ്ങൾക്ക് കാണാൻ പറ്റത്തുള്ളൂ. ഡിസ്ട്രോയിഡ് ബിൽഡിങ്സ്, ക്രിയേറ്റേഴ്സ് ഉള്ള സ്ഥലങ്ങള്, കണ്ടോ? ഇതെല്ലാം റൂയിൻസ്. ഇതൊരു കണ്ടോ, ഗവൺമെന്റ് ഓഫീസ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. 2023 നോക്കൂ, ദിസ് ഇസ് ഹൗ ഇറ്റ് ലുക്ക് ലൈക്ക്. സ്കൂളിന്റെ പേര് സ്കൂളിന്റെ പേര് ഞാൻ ഒരു സ്കൂളിന്റെ ഇവിടെ സെർച്ച് ചെയ്തായിരുന്നു. ലൈക്ക് സ്കൂൾസ് ഇൻ ഗാസ. സലാ ഖലാഫ് സ്കൂൾ. ഇത് ഫസ്റ്റ് ലിങ്ക് വന്ന സംഭവമാണ് ഞാൻ സെർച്ച് ചെയ്യുന്നത്. ഇതാണ് സലാ സ്കൂളാണ് ഈ കാണുന്നത്. എന്തെങ്കിലും കാണുന്നുണ്ടോ നിങ്ങൾക്ക്? ഒന്നും കാണുന്നില്ല. ഇനി നമുക്ക് 2023 നോക്കാം. ഇതേണ്ട ഇങ്ങനെ ഇരുന്ന സ്ഥലം, ഇത് ഇങ്ങനെ ഇരുന്ന സ്ഥലമാണിത്. ആൻഡ് ലുക്ക് അറ്റ് നൗ, റൂയിൻസ്, കംപ്ലീറ്റ്ലി ഡിസ്ട്രോയിഡ്. ഈ സ്ഥലത്ത് ഇങ്ങനെ ചെയ്യുന്ന നിങ്ങൾക്ക് ഈ മാപ്പ് നോക്കിയിട്ട് ഇത് ജനസൈഡ് അല്ലെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റും? ഈ ലെവലുള്ള ഡിസ്ട്രക്ഷൻ എവിടെയെങ്കിലും ഈ റീസെന്റ് ഏതെങ്കിലും യുദ്ധത്തിൽ നടക്കുന്നുണ്ട്? ഈ ലെവലിലുള്ള ഇത് നിങ്ങൾക്ക് ഈ ഫുൾ ഒരു സ്ഥലം മൊത്തം ഡിസ്ട്രോയ് ചെയ്തിരിക്കുകയാണ്. ഇങ്ങനത്തെ എല്ലാ ഇൻഫ്രാസ്ട്രക്ചറും ഡിസ്ട്രോയിഡ് ആണ്. സ്കൂളുകൾ ഡിസ്ട്രോയിഡ് ആണ്, ഹോസ്പിറ്റൽസ് ഡിസ്ട്രോയിഡ് ആണ്, ഗവൺമെന്റ് ഓഫീസ് ഡിസ്ട്രോയിഡ് ആണ്, ഈവൻ റിസോർട്ടുകളും ഡിസ്ട്രോയിഡ് ആണ്. എല്ലായിടത്തും ഹമാസ് ഉണ്ട്. ഇത്രയും വലിയ സംഭവമാണ് ഹമാസ്, നമുക്കറിയില്ല. സ്കൂളുകൾ നെതന്യാഹുവിനെ കാണിച്ചു കഴിഞ്ഞാൽ നെതന്യാഹു തന്നെ ചിലപ്പോൾ ഇത് പിന്നെ വംശഹത്യാണെന്ന് സമ്മതിക്കും. പക്ഷെ കേരളത്തിലുള്ള ചിലർ സമ്മതിക്കും തോന്നുന്നില്ല. യെസ്, എക്സാക്ട്ലി, ദാറ്റ്സ് ദ പോയിന്റ്. ഇത്രയും ഈ നോക്കി നിങ്ങൾക്ക് ബാക്കി എല്ലാവരും, ഇപ്പൊ ഞാൻ ഇവിടെ കോട്ട് ചെയ്ത എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ട്സും നിങ്ങൾക്ക് ഹമാസ് ആണ്, ബയസ്ഡ് ആണെന്ന് പറയും. ഗൂഗിൾ ഇമേജസ് ഇസ് ഗിവിംഗ് യു ഡേറ്റ, റിയൽ ടൈം ഡേറ്റ. മനസ്സിലായില്ലേ? നോക്കൂ, ഈ വർഷം റാൻഡം പ്ലേസിലേക്ക് ഞാൻ പോയി. ഇതെല്ലാം നല്ല ലൈവ്ലി ആയിട്ടുണ്ടായിരുന്ന ബിൽഡിംഗുകൾ ഉണ്ടായിരുന്ന സ്ഥലം. നൗ ലുക്ക് അറ്റ് ദിസ്, ഇസ് ദ റൂയിൻസ്.
ഈ സ്ഥലത്ത് ബേസിക്കലി ഇവർ ചെയ്യുന്നതിന്റെ റീസൺ എന്ന് വെച്ചാൽ ഈ സ്ഥലം അൺഇൻഹാബിറ്റബിൾ ആക്കണം, എന്നിട്ട് ആളുകൾ അവിടുന്ന് ഒഴിഞ്ഞു പോയി ഗാസ ടേക്ക് ഓവർ ചെയ്യാനാണ്. കാരണം ഇങ്ങനെ ഒരു സ്ഥലത്ത് ജീവിക്കാൻ പറ്റത്തില്ല. ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇനി മനുഷ്യർക്ക് ജീവിക്കണമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള ഫണ്ടിങ്ങും നല്ല രീതിയിലുള്ള എക്സ്റ്റേണൽ സപ്പോർട്ടും ഉണ്ടെങ്കിലേ റീബിൽഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുള്ളത് ഈ റിച്ച് കൺട്രീസിനാണ്. റിച്ച് കൺട്രീസിന് ഇത് ടേക്ക് ഓവർ ചെയ്ത് റിയൽ എസ്റ്റേറ്റ് ഏരിയ ആക്കാൻ വേണ്ടി തന്നെയാണ് ചെയ്യുന്നത്. ഇതൊക്കെ പാടങ്ങളാണ്. ഇതൊക്കെ എല്ലാം വില്ലേജസ് ആൻഡ് ഫാമിംഗ് ഏരിയ ആയിരുന്നു. ഇതൊക്കെ കണ്ടോ, ഇതൊക്കെ ഫാംസ് ആയിരുന്നു 2023. Look at how green it was. Look at now. ഈ രീതിയിൽ നമ്മുടെ ഏരിയയിൽ ഒരു സ്ഥലത്ത് ഇങ്ങനെ സംഭവം നയിച്ചു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും അങ്ങ് ഇതൊരു വംശഹത്യയാണ്. ഇത് ഇവരെല്ലാം ഉന്മൂലനം ചെയ്യാൻ വേണ്ടി സെർച്ച് ചെയ്യോ? ഹോസ്പിറ്റൽ ഹോസ്പിറ്റല് ഹോസ്പിറ്റലുകൾ തകർത്ത ഏതെങ്കിലും ഒരു ഹോസ്പിറ്റൽ സെർച്ച് ചെയ്യാം. ഇത് 2023 ഷിഫ ഹോസ്പിറ്റലിന്റെ ഇമേജറി ആണ്. 2023. ലെറ്റ്സ് ലുക്ക് അറ്റ് ദി ലേറ്റസ്റ്റ് ഇമേജസ്. ഇതാണ് ഹോസ്പിറ്റൽ. ദിസ് ഇസ് ഹൗ ദി ഹോസ്പിറ്റൽ ലുക്സ് ലൈക്ക്. അപ്പൊ ഈ ബിൽഡിങ്ങിൽ മരിച്ച ആളുകളും ഇവിടെ ഒക്കെ മരിച്ച ആളുകളൊക്കെ ഏത് ഹോസ്പിറ്റലിൽ പോകും? ഇത് നമുക്ക് വേണമെങ്കിൽ 3D വ്യൂവിൽ നോക്കി കഴിഞ്ഞാൽ അങ്ങോട്ട് അവിടെ എല്ലാം ഡിസ്ട്രോയിഡ് ആണ്. എല്ലാം ഡിസ്ട്രോയിഡ്. ഇതൊക്കെ ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം മാധ്യമ പ്രവർത്തകരെ കൊന്നപ്പോഴും പറഞ്ഞത് അവര് പകല് മാധ്യമ പ്രവർത്തകരും രാത്രി തീവ്രവാദികൾ ഹമാസ് വരുന്നു, അതുകൊണ്ടാണ്. അതുപോലെയാണ് ഹോസ്പിറ്റലിനെയൊക്കെ അങ്ങനെയാണ് കാണുന്നത്, എല്ലാം ഹമാസിന്റെ കേന്ദ്രങ്ങളായിട്ടാ. എക്സാക്ട്ലി. ഇതാണ് ഇവിടുത്തെ ഒരു അവസ്ഥ. ഇതൊന്ന് കാണിക്കണം എന്നുണ്ടായിരുന്നു എനിക്ക്. കാരണം ഇത് ഗ്രാഫിക് ആയിട്ടുള്ള ഇമേജ് ആണ്, റിയൽ ടൈം ഇമേജ് ആണ്. ഇത് ആർക്കും ചെക്ക് ചെയ്യാൻ പറ്റാത്തത്. പ്രത്യേകിച്ച് മാനിപ്പുലേഷൻ ഒന്നും ഇല്ലല്ലോ. ഗൂഗിൾ തന്നെ പബ്ലിഷ് ചെയ്യുന്ന സംഭവം.